നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുണ്ടലിനി യോഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങളിലൊന്നായ ഇട-പിംഗള ധ്രുവീയതയെക്കുറിച്ചാണ്. പ്രപഞ്ചത്തെയും മനുഷ്യശരീരത്തെയും മനസ്സിനെയും നിയന്ത്രിക്കുന്ന ഈ സൂക്ഷ്മശക്തികളെക്കുറിച്ചാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. പ്രപഞ്ചത്തിലെ ധ്രുവീയത. പ്രപഞ്ചം മുഴുവൻ രണ്ട് അടിസ്ഥാന ശക്തികളാൽ നിർമ്മിതമാണ്: ബോധവും ഊർജവും. ഇവ തമ്മിൽ വിരുദ്ധവുമാണ്, എന്നാൽ ഒരുമിച്ചാണ് നിലകൊള്ളുന്നത്. ഒരു കാന്തത്തിന്റെ രണ്ട് ധ്രുവങ്ങൾ പോലെ പ്രകൃതിയിലും മനുഷ്യരിലും എല്ലായിടത്തും ഈ ധ്രുവീയത പ്രകടമാണ്. പോസിറ്റീവ്, നെഗറ്റീവ്, വെളിച്ചം, ഇരുട്ട്, ആൺ, പെൺ, ഈ വിരുദ്ധങ്ങൾ എല്ലാം തന്നെ ഇടയും പിംഗളയും പ്രതിനിധീകരിക്കുന്ന മഹത്തായ തത്വങ്ങളാണ്. മനുഷ്യശരീരത്തിലെ പ്രകടനം. ഈ കോസ്മിൻ ധ്രുവീയത മനുഷ്യശരീരത്തിൽ ചിത്തശക്തിയും പ്രാണശക്തിയുമായി പ്രകടമാകുന്നു. ഇവയെ നിയന്ത്രിക്കുന്നതാണ് ഇടാനാഡിയും പിംഗളാനാഡിയും. പിംഗള സൂര്യശക്തി. ചൂട്, സജീവത, ചലനം, പരിശ്രമം ഇവയാണിതിന്റെ ഗുണങ്ങൾ. ഇത് സിമ്പത്തറ്റിക് നാഡീവ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇട ചന്ദ്രശക്തി. തണുപ്പ്, വിശ്രമം, ശാന്തത, ആന്തരിക ധ്യാനം ഇവയാണിതിന്റെ സ്വഭാവം. ഇത് പാരാസിമ്പത്തറ്റിക് നാഡീവ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവയെ സമതുലിതമായി നിലനിർത്തുകയാണ് യോഗയുടെ യഥാർത്ഥ ലക്ഷ്യം. ഹഠയോഗവും ഇട-പിംഗള. ഹഠ എന്ന പദത്തിൽ തന്നെ ഈ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നു. ഹം എന്നാൽ പിംഗളയെ പ്രതിനിധീകരിക്കുന്നു, തം എന്നാൽ ഇടയെ പ്രതിനിധീകരിക്കുന്നു. അതായത് ഹഠയോഗമെന്നാൽ സൂര്യശക്തിയെയും ചന്ദ്രശക്തിയെയും ഒരുമിച്ച് സമതുലിതമാക്കുന്ന പ്രക്രിയയാണ്. ഇവയുടെ പ്രവർത്തനം ദിവസേനയും നമ്മൾ അനുഭവിക്കാറുണ്ട്. പകൽ സമയങ്ങളിൽ, പ്രത്യേകിച്ച് ശാരീരിക മാനസിക പ്രവർത്തനം കൂടുതലായപ്പോൾ പിംഗളയാണ് സജീവം. രാത്രിയിൽ വിശ്രമത്തിലും ധ്യാനത്തിലും ഇടയാണ് കൂടുതൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ശരിയായ ഉറക്കം കിട്ടുമ്പോൾ മനസ്സും ശരീരവും വീണ്ടും പുതുക്കപ്പെടുന്നത്. ഇടയും പിംഗളയും പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ശ്വാസോച്ഛ്വാസത്തിലൂടെ തന്നെ അറിയാം. ഇടത് നാസാരന്ധ്രത്തിലൂടെ ശ്വാസം ശക്തമാണെങ്കിൽ ഇട പ്രവർത്തിക്കുന്നു. വലത് നാസാരന്ധ്രത്തിലൂടെ ശ്വാസം ശക്തമാണെങ്കിൽ പിംഗള പ്രവർത്തിക്കുന്നു. യോഗികൾ ഇത് നിരീക്ഷിച്ച് പ്രാണായാമ അഭ്യാസങ്ങൾ വഴി ഇട, പിംഗള, സുഷുമ്ന എന്നിവയെ നിയന്ത്രിക്കാൻ പഠിച്ചു. തലച്ചോറുമായുള്ള ബന്ധം. ഇടയും പിംഗളയും നമ്മുടെ തലച്ചോറിന്റെ രണ്ട് അർദ്ധഗോളങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. വലത് അർദ്ധഗോളം ഇടയുമായി ബന്ധപ്പെട്ടു. സൃഷ്ടിപരമായ കഴിവുകൾ, സംഗീതം, കല, വികാരങ്ങൾ ഇതിന്റെ ഭാഗമാണ്. ഇടത് അർദ്ധഗോളം പിംഗളയുമായി ബന്ധപ്പെട്ടു. യുക്തിബുദ്ധി, ഗണിതം, വിശകലനം, നിരീക്ഷണം ഇതിന്റെയും ഭാഗമാണിത്. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഒരേ സമയം ലോജിക്കലായിരിക്കുകയും സൃഷ്ടിപരവുമായിരിക്കുകയും ചെയ്യുന്നത്. ജീവിതത്തിൽ ശരിയായ സന്തുലിതാവസ്ഥ നേടാൻ ഈ രണ്ടിനെയും സമചിതമായി വളർത്തേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ സുഹൃത്തുക്കളെ, ഇടയും പിംഗളയും സൂര്യനും ചന്ദ്രനും പോലെ പരസ്പരം വിരുദ്ധമായിട്ടും ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇവയെ മനസ്സിലാക്കുകയും പ്രാണായാമം, ധ്യാനം, യോഗാഭ്യാസം എന്നിവയിലൂടെ സമതുലിതാവസ്ഥ കൈവരിക്കുകയുമാണ് കുണ്ടലിനി ഉണർത്തലിന്റെ ആദ്യപടി. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി.